പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കണ്ണി ചേർന്ന് ഡിവൈഎഫ്ഐ. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യച്ചങ്ങല തീർത്ത ഡിവൈഎഫ്ഐ. ഇടതുമുന്നണി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായി. കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന സമരശക്തിയായി മനുഷ്യച്ചങ്ങല മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണി ചേരുന്നു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ 651 കിലോമീറ്റർ ദൂരത്തിൽ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തത്. സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ചങ്ങലയിൽ കണ്ണുചേർന്നു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം കാസർഗോഡ് ആദ്യ കണ്ണിയായപ്പോൾ LDF കൺവീനർ EP ജയരാജൻ രാജ്ഭവന് മുന്നിൽ അവസാന കണ്ണിയായി. മനുഷ്യച്ചങ്ങലയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിജ്ഞയുമെടുത്തു. പ്രധാന സ്ഥലങ്ങളിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. രാജ്ഭവന് മുന്നിൽ സംഘടിപ്പിച്ച പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് എന്താണ് നമ്മുടെ കയ്യിലുള്ള, ജനങ്ങളുടെ കയ്യിലുള്ള ആയുധം? ഒരേ ഒരു ആയുധമാണ്. അത് ജനകീയ പോരാട്ടത്തിന്റെ ഭാഗമായി ജനകീയ ശക്തിയെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ സമര പാരമ്പര്യത്തിൽ, ആ സമര പോരാട്ടത്തിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ കേരളത്തിൽ തീർത്ത ഈ മനുഷ്യച്ചങ്ങല ഐതിഹാസിക മുഹൂർത്തമെന്ന് മാഹിയിലെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത് എഴുത്തുകാരൻ M മുകുന്ദൻ പ്രതികരിച്ചു. അപ്പോൾ നമ്മുടെ യാത്രാക്കുരുക്കിന് ഉള്ള പ്രധാന യാത്രാക്കുരുക്കളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി കേരളയിലാണ്. CPIM MLA-മാരായ മുഹമ്മദ് മുഹ്സിൻ, P ബാലചന്ദ്രൻ, കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി തുടങ്ങിയവരും മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നിരുന്നു. ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി. നമ്മുടെ ചരിത്രത്തിൽ ഇത്തരം പ്രതിഷേധങ്ങളാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളും ഒക്കെ സംരക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും അത് ജനങ്ങളെ അണിനിരത്തിയുള്ള എല്ലാ സമര രീതികളും എല്ലാ തരത്തിലുള്ള ഭരണകൂടത്തെയും ഇതുവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ആവശ്യം കൃത്യമായിട്ട് അംഗീകരിച്ച് കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. അവിടെ ഞാനും വളരെ ആത്മാർത്ഥമായി ഇതിൽ കണ്ടുചേരും. പൊതുവായിട്ട് ജനങ്ങൾക്കുള്ള സുഖ സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഒരു കലാകാരൻ എന്ന നേരിലും ഈ കക്ഷി അംഗം എന്ന പേരിലും രണ്ട് വിഷയത്തിലും ഞാനത് പറയാൻ തയ്യാറാണ്. ഈ മനുഷ്യച്ചങ്ങല ഒരാളുടെ മാത്രം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മാത്രം കാര്യമല്ല. ഇത് കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വലിയ ഒരു സമരമാർഗമാണ്. കേരളം മുഴുവൻ സമാധാനത്തോടെ ഗതാഗതത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ നടത്തുന്ന ഈ മനുഷ്യച്ചങ്ങലയിൽ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാനും അണിചേരും. ഏറ്റവും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പെരുമാറുന്നത്. കേരളത്തിലെ എല്ലാ മനുഷ്യരും ഇതിന്റെ ഭാഗമാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷ യുവജന സംഘടനകൾ ആകെ ഇതിനോട് വലിയ ഐക്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യയിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വിഗ്രഹം സ്ഥാപിക്കേണ്ട ഗർഭഗൃഹം ശുദ്ധീകരിക്കുന്ന ചടങ്ങുകൾക്ക് രാവിലെ തുടക്കമായി. പ്രദേശത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പരിശോധനയ്ക്കിടെ ഖലിസ്ഥാൻ ബന്ധമുള്ള 3 പേർ പിടിയിലായി. അയോധ്യയുടെ പേരിൽ പലഹാരങ്ങൾ വിറ്റു എന്ന പരാതിയിൽ ആമസോണിനോട് കേന്ദ്രം വിശദീകരണം തേടി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ശുദ്ധിവരുത്തൽ ക്രിയകൾ. പുതിയ ശ്രീരാമക്ഷേത്രത്തിലെ ഗർഭഗൃഹ ശുദ്ധിവരുത്തൽ ചടങ്ങുകൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കുംഭങ്ങളിൽ എത്തിച്ച സരയൂ ജലം ഉപയോഗിച്ചാണ് ശുദ്ധികലശം. ക്ഷേത്രത്തിലെ വാസ്തുശാന്തി ചടങ്ങുകൾക്കും ഇന്ന് രാവിലെ മുതൽ തുടക്കമായി. താൽക്കാലിക രാമക്ഷേത്രത്തിലെ രാംലല്ല ഗർഭഗൃഹത്തിലേക്ക് മാറ്റുന്ന ചടങ്ങുകളും ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിൽ ശക്തമാക്കി. ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയുമായി ബന്ധമുള്ള 3 പേരെ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. അയോധ്യയുടെ മാപ്പ് തയ്യാറാക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ഓൺലൈൻ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന സംഘങ്ങളെ പ്രോത്സാഹിപ്പിച്ചു എന്ന ആരോപണത്തിൽ ആമസോണിനെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചു.
വ്യാജപ്രസാദം അയോധ്യയുടെ പേരിൽ വിപണനം നടത്തിയതിന് വിശദീകരണം നൽകാൻ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം ആമസോണിനോട് ആവശ്യപ്പെട്ടു. 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് എത്തുന്ന അതിഥികളെ സ്വീകരിക്കാനായുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഇന്ന് അയോധ്യയിൽ യാഥാർത്ഥ്യമായി. പ്രത്യേക കൺട്രോൾ റൂം അടക്കമാണ് പ്രവർത്തനം തുടങ്ങിയത്. പൊതുജനങ്ങളുടെ പ്രവേശനത്തിന് ഇന്നു മുതൽ അയോധ്യയിൽ കർശന വിലക്കുണ്ടെങ്കിലും ആ നിയന്ത്രണങ്ങൾ ഭേദിച്ചുകൊണ്ടുള്ള ജനപ്രവാഹം അയോധ്യയിലേക്ക് തുടരുകയാണ്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന അയോധ്യയിൽ ഇത് പോലീസിന് വലിയ തലവേദനയായി മാറുകയും ചെയ്യുന്നു. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണം പാടില്ലെന്ന് BJP ദേശീയ നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് രാഷ്ട്രീയ നിറം കൊടുക്കുന്ന ഒന്നും പാടില്ല എന്നാണ് നിർദ്ദേശം. അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്ക് അവധി പ്രഖ്യാപിക്കുന്ന നടപടി തുടരുകയാണ്. ഡൽഹിയിലെ ബാബർ റോഡിന്റെ പേര് അയോധ്യ മാർഗ് എന്ന് മാറ്റി സ്ഥാപിച്ച ബോർഡ് പോലീസ് പിന്നീട് നീക്കം ചെയ്തു. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ BJPയും ഉത്തർപ്രദേശ് സർക്കാരും. എന്തു പ്രതികരണവും കരുതലോടെ മാത്രമെന്ന കർശന നിർദ്ദേശമാണ് നേതാക്കൾക്ക് BJP നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ മാറ്റു കുറയരുത് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പ്രതികരണങ്ങളിലും ആ ജാഗ്രത കാണാം. ഹൈക്കമാൻഡ് വിലക്ക് മറികടന്ന് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് UP കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് AICC നിലപാട്. രാമൻ എല്ലാവരുടെയുമാണ് എന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന BJP സ്വാഗതം ചെയ്തു. ഫറൂഖ് അബ്ദുള്ള ഈ നിലപാട് സ്വീകരിച്ചത് രാമഭക്തരുടെ വിജയമെന്ന് BJP നേതൃത്വം പ്രതികരിച്ചു. രാമരാജ്യമെന്ന ആശയം BJPക്ക് എന്നും പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിനിടെ പ്രതിഷ്ഠാ ദിനത്തിലെ അവധി പ്രഖ്യാപനം തുടരുകയാണ്. മുംബൈ ഓഹരി വിപണി തിങ്കളാഴ്ച പ്രവർത്തിക്കില്ല. BJP സംസ്ഥാനങ്ങൾ ഇതിനോടകം പൂർണ്ണമായോ ഭാഗികമായോ അവധി നൽകിയിട്ടുണ്ട്. അയോധ്യയിലേക്ക് തീർത്ഥാടകരും ക്ഷണിക്കപ്പെട്ട അതിഥികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി. തീർത്ഥാടക സംഘങ്ങൾ മാത്രമല്ല ഈ വഴി നടക്കുന്നത്. രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കൂടി ഈ വഴി നീളും. അയോധ്യയിൽ നിന്ന് ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുകയാണ്. തിരുച്ചിറപ്പള്ളിയിലെ രംഗനാഥൻ ക്ഷേത്രത്തിലും രാമനാഥപുരത്തെ രാമേശ്വരം ക്ഷേത്രത്തിലും ദർശനം നടത്തി. റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു രണ്ടിടത്തും ക്ഷേത്ര സന്ദർശനം. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയത്. രാവിലെ ചെന്നൈയിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലെത്തിയ നരേന്ദ്രമോദി റോഡ് ഷോയായാണ് രംഗനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി 12:30 വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. ഉച്ചയ്ക്ക് 2:45 രാമേശ്വരത്തെത്തിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെത്തിയത്. പ്രത്യേക പൂജകളിലും ഭജനയിലും മോദി പങ്കെടുത്തു. നാളെ രാവിലെ 9:30 അരിച്ചാൽ മുൻപ് സന്ദർശിക്കുന്ന മോദി 10:30 കോദണ്ഡാരം സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഇന്നലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തിരുന്നു. നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാമനാഥപുരം, തിരുച്ചിറപ്പള്ളി ജില്ലകളിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 24 ചെന്നൈ. വിജിലൻസിന് മുന്നിൽ ഹാജരായി മാത്യു കുഴൽനാടൻ. ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് കണ്ടെത്തൽ. കയ്യേറിയ അധിക ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാരിന് ശുപാർശ നൽകും. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടനെ വിജിലൻസ് ചോദ്യം ചെയ്തു. സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ വിജിലൻസിന് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. ചിന്നക്കനാലിലെ ഭൂമി രജിസ്റ്റർ ചെയ്തതിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ കാര്യം മാത്യു കുഴൽനാടൻ മറച്ചുവെച്ചു. ഇതുവഴി നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസിന്റെ പ്രധാന കണ്ടെത്തൽ. 50 സെന്റ് സർക്കാർ ഭൂമി മാത്യുവിന്റെ കൈവശമുണ്ടെന്നും വിജിലൻസ് പറയുന്നു. ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കും. എന്നാൽ ഭൂമി ഇതുവരെ അളന്നു നോക്കിയിട്ടില്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അവർ എന്താണ് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ അവരെന്ത് ചാർജാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അധികാരം ദുർവിനിയോഗം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഞാൻ അതിനെ 100% നിയമപരമായി തന്നെ നേരിടും. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം വിൽക്കാനാവില്ല. വില്ലേജ് ഓഫീസർ ചട്ടങ്ങൾ മറികടന്നാണ് ഭൂമി പോക്കുവരവ് ചെയ്ത് നൽകിയത്. എന്നാൽ ഇതിൽ മാത്യു കുഴൽനാടന് പങ്കുള്ളതായി വിജിലൻസിന് തെളിവില്ല. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ പരാതിയിലാണ് മാത്യുവിനെതിരായ വിജിലൻസ് അന്വേഷണം. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുന്ന കാര്യം പരിഗണിക്കുക. 24 ഇടുക്കി. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാർ.
ആലപ്പുഴയിൽ ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പേരാണ് പ്രതികൾ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. മുഴുവൻ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമായെന്നും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, ദൃക്സാക്ഷികളെ ആക്രമിക്കുക തുടങ്ങി പോലീസ് ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. കൃത്യമായ ആസൂത്രണത്തോടെ അതിവേഗം നടപ്പിലാക്കിയ അതിക്രൂരമായ കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം, വയലാറിൽ നന്ദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് 3-ാം പ്രതി അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു. അതിൽ 1-ാമത്തെ പേരായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ പേര് തന്നെയായിരുന്നു. അതിൽ ധാരാളം പേരുടെ മറ്റു പേരുകളും ഇനിയുണ്ട്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ, മാതാവ് വിനോദിനി എന്നിവർ പ്രതികരിച്ചു. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പരമാവധി എല്ലാവരും 3 പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം പരമാവധി ശിക്ഷ തന്നെ കൂടെ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വിധിയിൽ നമുക്ക് തൃപ്തിയുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. ആലപ്പുഴയിലെ ബി.ജെ.പി. നേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ 2021 ഡിസംബർ 19-നാണ് കൊല്ലപ്പെട്ടത്. SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന K. ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് വീട്ടുകാർക്ക് മുന്നിൽ വെച്ച് രഞ്ജിത്തും കൊല്ലപ്പെട്ടത്. ഷാൻ വധക്കേസിൽ 11 RSS ബി.ജെ.പി. പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ഇവരെല്ലാം ജാമ്യത്തിലാണ്. ഈ കേസ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത മാസം 2-ാം തീയതി വീണ്ടും പരിഗണിക്കും. 24 ആലപ്പുഴ. മ്യാൻമർ അതിർത്തിയിൽ ഇന്ത്യ അതിർത്തി വേലി കെട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബംഗ്ലാദേശുമായുള്ള അതിർത്തി പോലെ മ്യാൻമറുമായുള്ള ഇന്ത്യയുടെ അതിർത്തിയും സംരക്ഷിക്കപ്പെടുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലേക്കുള്ള സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. അസം പോലീസ് കമാൻഡോ പാസിംഗ് ഔട്ട് പരേഡിൽ വെച്ചാണ് അമിത്ഷാ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. വംശീയ സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ തേടി മ്യാൻമർ സൈനികർ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. നിലവിൽ ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിൽ സ്വതന്ത്ര സഞ്ചാരം അനുവദിച്ചിട്ടുണ്ട്. അസമിൽ ജോഡോ യാത്രയ്ക്ക് നേരെ വ്യാപക ആക്രമണം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസമിൽ ആക്രമണം. ലഖിംപൂരിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി, ബോർഡുകളും തകർത്തു. യാത്രയിലെ ജനപങ്കാളിത്തം കണ്ട് ഭയന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര നാളെ അസമിൽ തിരിച്ചെത്തും. കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. വാഹനങ്ങളുടെ ചില്ലുകളും യാത്രയുടെ ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് ഭയന്ന് പിന്മാറില്ലെന്നും മുൻ നിശ്ചയിച്ച റൂട്ടിലൂടെ യാത്ര തുടരുമെന്നും വ്യക്തമാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തെ അപലപിച്ചു. ഇന്ന് രാവിലെ ബോഗി നദിയിൽ നിന്നും ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്ര ഗുംതോ വഴി അരുണാചൽ പ്രദേശിൽ പ്രവേശിച്ചു. ഇറ്റാനഗറിലെ മൈദുൻ ഗേറ്റിൽ പദയാത്രയ്ക്ക് ശേഷം നാളെ ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ തിരിച്ചെത്തും. 24 ഡൽഹി. ആലപ്പുഴ കായംകുളത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. BJP പ്രാദേശിക നേതാവ് PK സജിയാണ് ഭാര്യ ബിനു സജിയെ കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം സജിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സൂചന. അപ്പുറത്ത് വീട്ടിലെ അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛനെ എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഒന്ന് കയറി നോക്കാമോ എന്ന് ചോദിച്ചു. അതിൻ്റെ കയറി നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത്. അവിടുത്തെ ചേച്ചിയാണെങ്കിൽ കമ്മ കിടക്കുമായിരുന്നു. ബ്ലഡിനൊക്കെ. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് മനീഷ്?
റിജിത്ത്, ഇന്ന് വൈകിട്ട് 3:30 അയൽവാസികളാണ് ആദ്യം ഈ സംഭവം അറിയുന്നത്. നേരത്തെ മകൻ കോയമ്പത്തൂരാണ്. നേരത്തെ ഇന്നലെ രാത്രി മുതൽ തന്നെ കോയമ്പത്തൂരുള്ള മകൻ ഈ വീട്ടിലേക്ക് അമ്മയും അച്ഛനെയും വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് സംശയം തോന്നി ഉച്ചയോടുകൂടിയാണ് അയൽവാസികളെ വിവരം അറിയിക്കുന്നത്. അയൽവാസികൾ ചെന്ന് കതക് തുറന്ന് നോക്കുമ്പോഴാണ് ആദ്യം വീടിൻ്റെ താഴത്തെ നിലയിലാണ് ഭർത്താവ് പി കെ സജി നേരത്തെ കായംകുളത്തെ മണ്ഡലം സെക്രട്ടറിയാണ്, BJPയുടെ മുൻ ഭാരവാഹിയാണ്. നേരത്തെ കുറേ നാളുകളായി പക്ഷേ BJP പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് കതക് അവിടെയുള്ള അയൽവാസികൾ തള്ളി തുറന്ന് മുകളിലത്തെ നിലയിൽ ചെല്ലുമ്പോഴാണ് അവിടെ രക്തത്തിൽ കുളിച്ച നിലയിൽ ഭാര്യ ബിനു സജിയെ കാണുന്നത്. ബിനു സജിയുടെ ദേഹത്ത് മുറിപ്പാടുകളുണ്ട്, വെട്ടുകത്തി കൊണ്ട് വെട്ടി എന്ന രീതിയിലുള്ള മുറിപ്പാടുകളുണ്ട്, ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. താഴത്തെ നിലയിലാണ് ഭർത്താവ് പി കെ സജിയെ കണ്ടത്. സജിയുടെ കയ്യിൽ വെട്ടുകത്തിയുണ്ട്. ഒപ്പം തന്നെ ഈ മുകളിലത്തെ നിലയിലെ ഒരു ഭാഗത്ത് മകന് എന്ന രീതിയിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആ കത്തിലെ ഉള്ളടക്കം എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. കായംകുളം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ബിനു ഈ പി കെ സജിയുടെ ഭാര്യ ബിനു നേരത്തെ അവിടെ SNDP, അതായത് കായംകുളത്ത് കണ്ടല്ലൂരിലെ SNDP സ്കൂളിലെ അധ്യാപികയായിരുന്നു. പക്ഷേ 2 മാസങ്ങൾക്ക് മുൻപ് അവർ ആ ജോലി രാജിവെച്ചു. എന്താണ് ഇവരുടെ പ്രശ്നമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുൻപാണ് 2 നില വീടുമൊക്കെ തന്നെ പണിത് സന്തോഷകരമായ ജീവിതം നയിക്കുകയായിരുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും കുടുംബത്തിലില്ലായിരുന്നു. മകൻ കോയമ്പത്തൂർ ജോലി ചെയ്യുകയാണ്, പഠിക്കുകയാണ്, മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളാണോ ഇതിന് സംശയമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലാണോ കൃത്യം നടന്ന ഈ സംഭവം നടന്നതെന്ന് കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മുതൽ ഇന്ന് 3:30 വരെ ഏത് സമയത്തും ഈ സംഭവം ഉണ്ടാകാമെന്നാണ് പോലീസ് പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ നിലവിൽ പുരോഗമിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടി. ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴ കായംകുളത്താണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരുവന്നൂരിൽ പാർട്ടി വഞ്ചിച്ചെന്ന് മാപ്രാണം സ്വദേശി ജോഷി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിനാൽ ദയാവധത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശി ജോഷി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചു. CPIM അനുഭാവികളായ നിക്ഷേപകരെ പാർട്ടി നേതൃത്വം വഞ്ചിച്ചെന്ന് ജോഷി ആരോപിച്ചു. 84 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ജോഷി അവകാശപ്പെടുന്നത്. പ്രായം 53ആയി. 2 തവണ മസ്തിഷ്കാർബുദം ബാധിച്ച ജോഷി 20-ലധികം തവണ ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ പാടുപെടുകയാണ്. നിക്ഷേപിച്ച തുക തിരികെ ചോദിച്ച് ബാങ്ക് അഡ്മിനിസ്ട്രേറ്ററെ സമീപിച്ചപ്പോൾ മോശം അനുഭവമാണ് ഉണ്ടായതെന്ന് ജോഷി പറയുന്നു. ഞാൻ ജോലി ചെയ്ത് ഇത്ര കാലം ജീവിച്ചത്, ഞാനൊരു പാർട്ടി സ്ഥാനത്തിരിക്കുകയോ ഒരു ജോലി അതുമൂലം നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വാഗ്ദാനം ഉണ്ടായിരുന്നു, ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത്, ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞത്. ആ ജോലി ചെയ്തുണ്ടാക്കിയ കാശും അതും ഞാൻ 2 കാലം തകർന്ന് കിടന്നതിന് ശേഷം ഉണ്ടാക്കിയ പൈസയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെയൊക്കെ ഫെഡറൽ ബാങ്കിലുണ്ടായിരുന്ന പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അതൊക്കെ തിരിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് തരില്ല എന്ന് പറയുന്ന ധിക്കാരവും ധാർഷ്ട്യവും. ഇനി ഞാൻ എന്തിനാ ജീവിക്കണേ? കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലായപ്പോൾ CPIM നേതാക്കൾ പണം പിൻവലിച്ചെന്നും സാധാരണക്കാരെ കൈയൊഴിഞ്ഞെന്നും ജോഷി. നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ അവരുടെ അടുത്ത ആളുകളുടെയും ബന്ധുക്കളുടെയും അവരായിട്ട് നിക്ഷേപിച്ച ആൾക്കാരുടെ മുഴുവൻ പണം പിൻവലിച്ചു. ഇവരാണ് ബാങ്കിനെ തകർത്തത്. അത് കഴിഞ്ഞിട്ട് ഇടത് അനുഭവമുള്ള ആളുകളുടെയാണ് ഇവിടുത്തെ 90% നിക്ഷേപങ്ങളും. അവരെ മുഴുവൻ പൊട്ടന്മാരാക്കിക്കൊണ്ട് പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്ന പോലെ അയാൾ പ്രവർത്തിക്കുക, ആളുകളെ നിഷേധിക്കുക, പൈസ കൊടുക്കാതിരിക്കുക. പണം തിരികെ ലഭിക്കാൻ കോടതിയെ സമീപിച്ചതോടെ CPIM അനുഭാവിയായ തന്നെ ഒറ്റപ്പെടുത്തിയെന്നും ജോഷി പറയുന്നു. ഇതോടെയാണ് മരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത്. ജോഷിക്ക് 72 ലക്ഷം രൂപ നൽകാനുണ്ടെന്നാണ് ബാങ്കിന്റെ കണക്ക്. 24 തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി P. രാജീവിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. കളമശ്ശേരിയിലെ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പിടിയിൽ. പാലക്കാട് ഭൂരേഖ തഹസിൽദാർ V. സുധാകരനെയാണ് വിജിലൻസ് പിടികൂടിയത്. നഗരത്തിലെ മാളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ 50,000 രൂപയാണ് സുധാകരൻ അപേക്ഷകനിൽ നിന്ന് വാങ്ങിയത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, വിജിലൻസ് നീക്കം എങ്ങനെയായിരുന്നു? നിഖിൽ, റീജിത്ത്, നേരത്തെ ഈ ഉദ്യോഗസ്ഥനെതിരെ നിരവധി പരാതികൾ വിജിലൻസിന് ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ
കഞ്ചിക്കോടുള്ള മാളുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാൾ ഉടമയിൽ നിന്ന് ഈ സുധാകരൻ പണം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ 50,000 രൂപ ഈ മാളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ എന്ന മട്ടിൽ വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് സംഘം ഇവിടെ എത്തുകയും വിജിലൻസ് സംഘം ഈ പണം കയ്യോടെ പിടികൂടുകയുമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുധാകരനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ തന്നെ പലതരത്തിലുള്ള പരാതികൾ ഈ ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാലക്കാട് ഭൂരേഖ തഹസിൽദാരാണ് വി സുധാകരൻ. ഇപ്പോൾ വിജിലൻസ് ആസ്ഥാനത്താണ്, പാലക്കാട് ജില്ലാ വിജിലൻസ് ആസ്ഥാനത്താണ് വി സുധാകരൻ ഉള്ളത്. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. മേച്ചേരിയിലെ തോട്ടത്തിലെത്തിയ ആനകളെ ഏറെ പണിപ്പെട്ടാണ് കാടുകയറ്റിയത്. ഏഴാനകളും ഒരു കുട്ടിയാനയും ഇന്നലെ രാത്രി മുതൽ തമ്പടിച്ചത് ജനവാസ കേന്ദ്രത്തോട് ചേർന്ന തോട്ടത്തിൽ. രാവിലെയാണ് വിവരം നാട്ടുകാർ അറിയുന്നത്. ഇതിന് മുന്നേ ഒരു 10 വർഷം മുന്നെയാണ് നമ്മൾ അറിവിൽ അന്നിവിടെ മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ആന നമ്മളറിവിൽ വരുത്തു തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ആനയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ പ്രദേശത്തായിട്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. മുത്തങ്ങയിൽ നിന്നുള്ള RRT സംഘവും സ്ഥലത്തെത്തി. പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്താനുള്ള ദൗത്യം. 3 ആനകളും കുട്ടിയാനകളും വയലിലൂടെ ചെറുപുഴ കടന്ന് വനത്തിലേക്ക്. 4 ആനകൾ കൂടി തൊട്ടു പിന്നാലെ റോഡ് മുറിച്ച് വയൽ കടന്നുപോയി. ജനങ്ങൾക്ക് ആശ്വാസം. പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഭീതിപൂർണ്ണമല്ലാത്തൊരു ജീവിതം ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഫോറസ്റ്റ് അധികൃതരും ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ പ്രവർത്തനം സ്പീഡപ്പ് ആക്കിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തൊട്ടടുത്ത മേഖലയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നിട്ടുണ്ട്. ഇടയ്ക്ക് കാട്ടാനകൾ എത്താറുണ്ടെങ്കിലും ഇത്ര വലിയ കൂട്ടം ആദ്യമെന്ന് നാട്ടുകാർ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.